കണക്കായി പോയി. എനിക്ക് പിന്നെ നിന്റെ ഡയലോഗ് കേട്ട് തിരിച്ചറിയാൻ എനിക്കല്ലേ, നിന്റെ ഡയലോഗ് കേട്ടിട്ട് കണക്കായി പോയി. എനിക്ക് നിന്നെ ബോധിപ്പിക്കണോ? ആൾക്കാർ തിരിച്ചറിയും ചെന്നായാണെന്ന് ആൾക്കാർ തിരിച്ചറിയും. നീ എന്നെ ഉണ്ടാക്കണ്ട കേട്ടാ, നീ സ്വന്തം ബോധിപ്പിച്ചാ സ്വയം ബോധിപ്പിച്ചാൽ സ്വയം ബോധിപ്പിച്ചാൽ ഉണ്ടാക്കാൻ നീ ഉണ്ടാക്കി. നീ എന്തോടെ പറയുന്നത്? നിന്നെ ഉണ്ടാക്കണതൊക്കെ പറഞ്ഞു ഇതൊക്കെ വേറെ മക്കള് പുറത്ത് പോയിട്ട് നീ പുറത്ത് പോയിട്ട് അന്വേഷിക്കുക. നീ പുറത്ത് പോയിട്ട് അന്വേഷിക്കണ മക്കൾ പുറത്ത് പോയിട്ട് അന്വേഷിക്കുക കേട്ടാ. അങ്ങനെ ഞാൻ പറഞ്ഞ മോനെ, അങ്ങനെ പറഞ്ഞ വാവേ. ഈ ഊക്ക് ഡയലോഗ് ഉണ്ടല്ലോ, ഇതുപോലത്തെ എനിക്ക് ഇതുപോലത്തെ 10 ഒന്നും വേണ്ട. ഇതുപോലത്തെ നിന്നെ എനിക്ക് 10 ഒന്നും വേണ്ട. നീ ഇവിടുത്തെ ഏറ്റവും വേസ്റ്റ് കണ്ടസ്റ്റന്റ് ആണ്. നീ ഇവിടുത്തെ ഏറ്റവും വേസ്റ്റ്, ഇവിടുത്തെ ഏറ്റവും വേസ്റ്റ്, നീ ഇവിടുത്തെ ഏറ്റവും വേസ്റ്റ് ആണെങ്കിൽ മക്കള് മുട്ടി നിൽക്കുന്നു. തീരുമ്പോ വേറെ പുതിയ സ്റ്റോക്ക് കൊണ്ടുവരും. കാണപ്പാട് ഇവിടെ ആരാണ് പഠിച്ചോണ്ട് നിന്റെ കള്ളക്കളി, നിന്റെ ആൾക്കാരെ തേച്ചൊട്ടിക്കല്, നിന്റെ ചതിയും, നിന്റെ ഇരട്ടത്തലയും, നിന്റെ നിലപാടില്ലായ്മയും, ആൾക്കാരുടെ സ്കോർ ചെയ്യുന്നതും ആൾക്കാർക്ക് സ്റ്റോർ ചെയ്യുന്നതും ആൾക്കാർക്ക് സ്റ്റോർ ചെയ്യുന്നത് ഇവിടെ അറിയാടാ. ഇവിടെ അപ്പഴം കണ്ടവനാടാ. നീ ഇവിടെ ഊക്ക് വാങ്ങിയേ ഉള്ളൂ. നീ നല്ല രീതിയിലൂടെ ഊക്ക് വാങ്ങിച്ചിട്ട് നീ നല്ല രീതിയിൽ ഊക്ക് വാങ്ങിച്ചിട്ട് ഇവിടെ പോകും. അത് എന്ത് കാണുന്നുണ്ട്? പിന്നെ നിന്റെ അടുത്ത് മുട്ടി നിൽക്കാൻ എനിക്ക് പേടിയാ. നീ ആരും ഇവിടുത്തെ പെരിയ ആളാണ്. ഇവിടെ എന്റെ കൂടെ ഞാൻ നടന്നിട്ടില്ല. നീയാണ് എന്റെ കൂടെ നടന്നത്. നീയാണ് എന്റെ അടുത്ത് വന്നിട്ട് നമുക്ക് കൂട്ടുകൂടാന്ന് വെച്ചത് നീയാണ്. എന്ത് മാന്യത? അത് നിന്റെ ചതി, 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 അത് നിന്റെ ചതി. ഈ സമയം വരെയും അത് നിന്റെ മാന്യത അല്ല. അത് നിന്റെ ഇരട്ടത്താപ്പ്, നിന്റെ ചതിയും. നീ ഇവിടെ ചതിയനാണ്, നീ ഇവിടെ ചതിയനാണ്. ഇന്നലെ ആൾക്കാർ കൊണ്ടുവന്ന് കുത്തി തന്നല്ലോ മുഖത്ത്. നീ ചതിയനായത് കൊണ്ടാണ്. നീ നിലപാടില്ലാത്തവനാ. അല്ല, നീ ആരെ സർട്ടിഫിക്കറ്റ് അതാടാ. ഇവിടെ നിൽക്കുന്ന ആൾക്കാരെ സർട്ടിഫിക്കറ്റ് നിനക്ക് വാങ്ങണ്ട. ഇവിടെ വന്നാൽ നിൽക്കുന്ന ആൾക്കാരെ എങ്ങനെ ചതിച്ചും വഞ്ചിച്ചും പറ്റിച്ചും ദ്രോഹിച്ചും നീ മുന്നോട്ട് പോകും. അതിനാ തിരിച്ചറിഞ്ഞു. ആൾക്കാരെ പറ്റിച്ചും വഞ്ചിച്ചും ദ്രോഹിച്ചും നീ മുന്നോട്ട് പോകും. നിനക്കിവിടെ 16 പേരും നിനക്ക് ഒന്നും അല്ല. പക്ഷെ എനിക്ക് അങ്ങനെ അല്ല, എനിക്ക് അങ്ങനെ അല്ല. മനസ്സിലായ? ഞാൻ ഒരാളെ കണ്ടു കഴിഞ്ഞാല് അത് നേരെ കാണത്തുള്ളൂ. അല്ല, നിന്നെ പോലെ ചതിയനല്ല ഞാൻ. നിന്നെ പോലെ ആട്ടും കാണിട്ട ചെന്നായി അല്ല ഞാൻ. മനസ്സിലായ? വെല്ലം സ്വന്തമായിട്ട് പോയി വിളിച്ചാൽ മതി. സ്വന്തമായിട്ട് പോയി വെല്ലം വിളിച്ചാൽ മതി. തൊടുത്തി അടിക്കൂടാ. ഏത് സീസൺ ആവട്ടെ, ഏത് സീസൺ ആവട്ടെ. നിന്റെ പഠിപ്പിച്ചു തന്നെ, നിന്റെ മറ്റവൻ പഠിപ്പിച്ചു തന്നെ. അതാരാണെന്നാ പറ പോലെ പോടാ. പഠിപ്പിച്ചോടാ എനിക്ക് നിന്റെ കുറ്റം മാത്രമേ ഉള്ളൂ. നീ ആട്ടും തോലിട്ട ചെന്നായി, ഇവിടെ ആട്ടും തോലിട്ട ചെന്നായി, നീ ആട്ടും തോലിട്ട ചെന്നായി. മനസ്സിലായ? കൂടെ നിൽക്കുന്നവരെ ചതിക്കുന്നവരെ ആൾക്കാരെ മക്കളുടെ പറ്റൂല. ഇവിടെ ആരെയും നീ ഊക്കി ജീവിക്കൂല. ഇവിടെ നീ എന്നെ ഊക്കി ജീവിക്കൂല. പുറത്തെ ആൾക്കാരെ ഊക്കി ജീവിക്കണോന്നാണ്. മനസ്സിലായ? അങ്ങനെ ഇവിടെ വന്ന് നീ ഊക്കണ്ട, ഇവിടെ വന്ന് ഊക്കണ്ട. അങ്ങനെ എനിക്ക് അറിയാം നിന്നെ. അങ്ങനെ നിന്റെ ആ ഊക്കം കൊണ്ട് നീ ഇവിടെ വരണ്ട. പുറത്ത് നീ ആൾക്കാരെ മാനിപ്പുലേറ്റ് ചെയ്യും, പറ്റിച്ചും. നീ ഇവിടെ വന്ന് നിന്ന് പറഞ്ഞിട്ടുണ്ട് എനിക്ക് നന്നായിട്ട് മാനിപ്പുലേറ്റ് ചെയ്യാൻ അറിയാം, എനിക്ക് നന്നായിട്ട് പറ്റിക്കാൻ അറിയാം, എനിക്ക് കാര്യങ്ങളെ വളച്ചൊടിക്കാൻ അറിയാം. നീ പറഞ്ഞതാണ്. നീ അന്ന് അവിടത്തെ ആ കോൺടസ്റ്റിൽ നീ അന്ന് പറഞ്ഞതാണ്. നീ തന്നെ പറഞ്ഞതാണ് എനിക്ക് ആൾക്കാരെ പറ്റിക്കാൻ അറിയാം, മാനിപ്പുലേറ്റ് ചെയ്യാൻ അറിയാം. അതാണ് നീ. നീ ആട്ടും തോളിച്ച ചെന്നായി. നിന്നെ ആൾക്കാർ തിരിച്ചറിയും. ഈ വീട്ടിലുള്ള ആൾക്കാർ തിരിച്ചറിയും. സർട്ടിഫിക്കറ്റ് നിന്റെ കയ്യിൽ തന്നെ ഉണ്ടല്ലോ, നെഞ്ചിൽ കുത്തി വെച്ചിട്ടുണ്ടല്ലോ. നീ ഇവിടെ മൊത്തത്തിൽ ക്രെഡിറ്റ് വാങ്ങിച്ച് ജീവിക്കുന്നവനാ. മൊത്തത്തിൽ നീ ക്രെഡിറ്റ് പറ്റി ജീവിക്കുന്നവനാ. മറ്റുള്ളവരുടെ അധ്വാനത്തിനെടുത്ത് തിന്ന് ജീവിക്കുന്നവനാ. മറ്റുള്ളവരുടെ ഊക്കി ജീവിക്കുന്നവനാ. മറ്റുള്ളവരുടെ കുറ്റങ്ങളും കുറവുകളും എഴുതി പറഞ്ഞു ജീവിക്കുന്നവനാ നീ. അങ്ങനെ തന്നെയാടാ നീ ഇരിക്കുന്നത്. അതുപോലുള്ള ആക്ടിങ് കൊണ്ട് തന്നെയാടാ നീ ഇവിടെ വന്നത്. അതുപോലുള്ള ആക്ടിങ് കൊണ്ട് തന്നെയാടാ നീ ഇവിടെ വന്നത്. നിന്റെ ആക്ട് പൊഴുതുള്ള കയ്യിൽ വെച്ചോ. അത് സിജോ കയ്യിൽ വെച്ചോ. അയ്യോ 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 പുറത്തു പോയി കഴിഞ്ഞാൽ
പുറത്തു പോയാൽ പുറത്തു പോയി കഴിഞ്ഞാൽ ആൾക്കാർ അധ്വാനം വിറ്റാണ്ടാ നീ പുറത്തും ജീവിക്കുന്ന അതുപോലെ തന്നെയാണ് നീ ഇവിടെ അകത്ത് വന്നത്. പക്ഷെ ഇവിടെ ബുദ്ധിയുള്ളവരുണ്ടാ ഞാൻ അങ്ങനെ അല്ലടോ ജീവിക്കുന്ന ഞാൻ അങ്ങനെ അല്ലടോ ജീവിക്കുന്ന ഞാൻ നല്ല അന്തസ്സാണ് ആ ബുദ്ധിയുള്ളതാ നോക്ക് ബുദ്ധിയുള്ള ആൾക്കാരുണ്ട് ഇവിടെ നീ കാണൂല കാര്യം അതുകൊണ്ട് ഇവിടെ മാനിപ്പുലേറ്റ് ചെയ്ത ആളാണ് ഇവിടെ ചീറ്റർ ആരാണ് എന്നൊക്കെ ജനങ്ങൾക്ക് നല്ലതുപോലെ അറിയാം. അതുകൊണ്ട് നിന്റെ വാക്താളവും നിന്റെ വാക്താളം കൊണ്ട് വന്നു കഴിഞ്ഞാൽ പേടിച്ചു പോണ ആൾക്കാരെ ഇവിടെ കാണും. ഒരു കോപ്പുമില്ല അന്തസ്സായിട്ട് നീ സംസാരിക്കാടാ ചെയ്യണ ഇവിടെ പുലിക്കട നീ ഒരേ ഡയലോഗ് 9 പ്രാവശ്യം പറഞ്ഞുകൊണ്ട് നിന്ന് പുലിക്കുന്നത് ഒരേ ഡയലോഗ് എന്നാലും ഇവിടെ കാണുന്നുണ്ട്. പുറത്തോട്ട് കഴിഞ്ഞാൽ ആഴ്ച കാവാലം പിടിച്ചോളാം. നീ പുറത്തോട്ട് ഇട്ടോക്കടാ നീ പുറത്തോട്ട് നോക്കടാ പുറത്തോട്ട് നോക്കടാ എന്റെ പുറത്ത് നീ മക്കൾക്ക് എന്ത് വേണം കയ്യിൽ വെച്ചാ മതിടാ നീ കയ്യിൽ വെച്ചാ മതി. ആണുങ്ങളെ കണ്ടിട്ടില്ല അവ പുറത്തെ ആൾക്കാരെ മാനിപ്പുലേറ്റ് ചെയ്തു. അവരെ പോവാൻ പറ. ഞാൻ പോണ് എല്ലാരും അവൻ വരട്ടെ. ഒറ്റത്തല്ലെങ്കിൽ അടിച്ചു നീക്കാടാ സിജോ അടിച്ചു നീക്കാടാ അടിച്ചു നീക്കണോ അടിച്ചു നീക്കണമെങ്കിലേ കൺഫ്യൂഷൻ റൂമിലേക്ക് വരിക. അല്ല അടിച്ചു നീക്കണമെങ്കിൽ ഞാൻ പോണ്ട എനിക്കിങ്ങനെ പറ്റിച്ച് മാനിപ്പുലേറ്റ് ചെയ്തു. അവനെന്റെ പുറത്ത് വിട്ടത് ഞാൻ പറഞ്ഞു എന്റെ അവന്റെ അടുത്ത് ഞാൻ പറഞ്ഞു 100 പ്രാവശ്യം എന്റെ തുടല്ലേ ഞാൻ അവന്റെ കൺഫ്യൂഷൻ റൂമിലേക്ക് വരിക. അവനെ കേൾക്കാതാ ഞാൻ പോണ് എനിക്ക് വേണ്ട. എനിക്ക് കളിയും വേണ്ട ഗെയിമും വേണ്ട എനിക്കൊന്നും വേണ്ട. ഞാൻ അവന്റെ അടുത്ത് പറഞ്ഞു എന്റെ തുടലൂന്ന് പറഞ്ഞ് ഞാൻ അവന്റെ അടുത്ത് പറഞ്ഞ് അവന്റെ മനപ്പൂർവ്വം പ്രൊവോക്ക് ചെയ്യാൻ വേണ്ട തൊട്ടത്. അവന്റെ മനപ്പൂർവ്വം തൊട്ടതാ അവന്റെ മനപ്പൂർവ്വം തൊട്ടതാ. ഞാൻ പോണ് എന്നെ വിട് ഞാൻ പോണ്. എനിക്ക് പറ്റൂല ഇങ്ങനെയുള്ള ആൾക്കാരോട് നിൽക്കാറുണ്ട്. എനിക്ക് പറ്റൂല ഞാൻ എനിക്ക് വേണ്ടിയിട്ടായിട്ട് ഇവിടെ ആരുടെ ഒന്നും ചോദിച്ചിട്ടില്ല. എന്ത് പറഞ്ഞതാണ് എന്റെ മാനിപ്പുലേറ്റ് ചെയ്യാറ് എന്റെ മേലിൽ വെക്കിട്ട് തരാൻ ഇവിടെ ഉള്ളത് അങ്ങനെ ആൾക്കാരും. ഞാൻ അവരുടെ അടുത്ത് പറഞ്ഞു എന്റെ തുടലും എന്റെ പുറത്ത് തുടലും അവരാണ് എന്റെ താടിയിൽ പിടിച്ച് ആദ്യം ഇങ്ങനെ ആക്കിയത് കണ്ടതാണ്. അവനാണ് എന്റെ താടിയിലാദ്യം ഇങ്ങനെ ആക്കിയത്. ഞാൻ അവന്റെ പുറത്ത് തൊട്ടിട്ടില്ല. അത് കഴിഞ്ഞിട്ട് അവരാ എന്റെ പുറത്ത് തൊട്ടത്. ഞാൻ തുടല്ലേ അവന്റെ അടുത്ത് പറഞ്ഞതാ. അപ്പൊ അവനാ തൊട്ടതല്ല ആദ്യം തൊട്ടാ അറിയാതെ ഇടിച്ചു പോകും. എനിക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റിയില്ല. ഞാൻ പോണ് ഞാൻ ഇവിടെ എന്റെ ഒന്ന് വിടോ പ്ലീസ്. ഞാൻ പോണ് ഞാൻ പോയിക്കോളാം. എനിക്ക് പറ്റൂല. ഞാൻ പോണ് എന്റെ ഒന്ന് വീട്. എനിക്ക് പറ്റൂല. എനിക്ക് നിൽക്കുന്ന കള്ളന്മാരോട് എനിക്ക് നിൽക്കാൻ പറ്റൂല. ഞാൻ അങ്ങനെ ഞാൻ തിന്നിട്ടില്ല.
ഇത്രയും മാനിപ്പുലേറ്റ് ചെയ്യുന്ന, ഇത്രയും നിലപാടില്ലാത്ത, ഇത്രയും ഇരട്ടത്താപ്പ് കാണിക്കുന്ന, ഇത്രയും കള്ള പറയുന്നു. എനിക്ക് പോ പ്ലീസ്. ആറ് വർഷത്തെ സ്വപ്നമാണിത്. 6 വർഷത്തെ സ്വപ്നമാ പോയത്. ഞാൻ കഷ്ടപ്പെട്ട് കാത്തിരുന്നു. ഓരോ ദിവസവും ഞാൻ എട്ടി കാത്തിരുന്നു. ഞാൻ ഇതിനകത്തോട്ട് വന്നത്. അത്രയ്ക്ക് കഷ്ടപ്പെട്ട് വന്നതായിരിക്കും. ഞാൻ കാര്യങ്ങളിൽ സംസാരിക്കുന്നതല്ല, എന്റെ അടുത്ത് പറയുന്ന കാര്യങ്ങളല്ലാതെ സംസാരിക്കുന്നതല്ല. ഞാൻ അല്ലാതെ ഒത്തിരി പോയിട്ടില്ല. എന്നെ പ്രൊവോക്ക് ചെയ്യണ പരമാവധി പ്രൊവോക്ക് ചെയ്ത് അവൻ തല്ലിപ്പിച്ചതാ. എന്റെ കയ്യിൽ പോയത്. എന്നിട്ട് ഞാൻ പറഞ്ഞു തൊടല്ലൂന്ന് പറഞ്ഞപ്പോ തൊട്ടതാ. സത്യം. അവൻ എന്നെ തൊഴായിരുന്നെങ്കിൽ സത്യമായിട്ട് ഞാൻ ഇടിക്കൂലേ. അവനെ തൊട്ടതുകൊണ്ടാ ഞാൻ ഇടിച്ചത്. അവന് തൊട്ടതുകൊണ്ടാ ഞാൻ ഇടിച്ചത്. അവനെ തൊട്ടില്ല, ഞാൻ സത്യമായിട്ട് ഞാൻ ഇടിക്കൂലായിരുന്നു. അവന് തൊട്ടതുകൊണ്ടാ ഇടിച്ചത്. എനിക്കറിയാൻ പൊങ്ങിപ്പോവും. എനിക്കറിയാതെ പൊങ്ങിപ്പോവും. അതുകൊണ്ടാ ഇടിച്ചത്. ഞാൻ പറഞ്ഞു തൊടലേ ഞാൻ പറഞ്ഞിട്ട് മേത്ത് തൊട്ട അറിയാതെ ഞാൻ ചെയ്തു എല്ലായിടത്തും എല്ലായിടത്തും കൂടെ ഞാൻ പറയുക, ഞാൻ ചെയ്തത് എനിക്ക് കയ്യിൽ പോയിട്ടാ ഞാൻ ചെയ്തത്. തൊടലേ ഞാൻ പറഞ്ഞ അവൻ തൊട്ട അടിച്ചു.